ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ റിവർ റാഫ്റ്റിങ്ങിനിടെ മലയാളി യുവാവിനെ കാണാതായി എന്ന വാർത്ത. ഡൽഹിയിൽ താമസിക്കുന്ന തൃശ്ശൂരിലെ ആകാശിനെയാണ് കാണാതായത്. രക്ഷാപ്രവർത്തനം ഊർജിതമല്ലെന്ന ആക്ഷേപത്തിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്കും കൊടിക്കുന്നിൽ സുരേഷ് എം പി ഒരു കത്ത് കൊടുത്തു. NDRF അടക്കമുള്ള ദുരന്ത നിവാരണ സേനയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടു. 24 വാർത്തയെ തുടർന്നാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഇടപെടൽ. അച്യുതൻ ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. അച്യുതൻ, എന്താണ് ഉണ്ടായത്? ഈ സംഭവത്തിൽ കൊടുക്കുന്നതിൻ്റെ ഇടപെടൽ എങ്ങനെ? ഇന്ന് രാവിലെയോടുകൂടിയാണ് ഉത്തരാഖണ്ഡ് ഋഷികേശിൽ റാഫ്റ്റിംഗ് നടത്തുന്നതിനിടെ ആകാശ് എന്ന യുവാവിനെ കാണാതെയാകുന്നത്. ഇവിടുത്തെ ഡൽഹിയിലെ തന്നെ ഗുരുഗ്രാമിലെ ഓഫീസിലായിരുന്നു ആകാശ് പ്രവർത്തിച്ചിരുന്നത്. ആ ഓഫീസിലെ സഹപ്രവർത്തകരുമായാണ് ആകാശ് അവിടേക്ക് പോയതും ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായതും. ആകാശിൻ്റെ സ്വദേശം തൃശ്ശൂരാണ്, പക്ഷേ നിലവിൽ ഡൽഹിയിലാണ് ആകാശ് താമസിക്കുന്നത്. എന്തായാലും ഉയരുന്ന ഒരു ആക്ഷേപം എന്നുള്ളത് ഈ തെരച്ചിൽ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഒരു പുരോഗതിയും ഇല്ല എന്നുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ട്. നിലവിൽ SDRFിൻ്റെയും അവിടുത്തെ പോലീസിൻ്റെയും സംയുക്ത പ്രയത്നത്തിലാണ് തെരച്ചിൽ നടന്നത്. പക്ഷേ വൈകിട്ടോടുകൂടി ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. ഇതിൽ SDRF വിശദീകരിച്ചത് ഈ പ്രതികൂല കാലാവസ്ഥ മൂലമാണ് ഈ നിലവിൽ തെരച്ചിൽ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതെന്നും നാളെ അത് പുനരാരംഭിക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അവർക്ക് ഈ അടിയന്തരമായി ഇടപെടൽ വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. അതിൻ്റെ സാഹചര്യത്തിൽ ഡൽഹിയിലെ സാംസ്കാരിക സംഘടന ജനസംസ്കൃതി മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ഉത്തരാഖണ്ഡ് സർക്കാരുമായി ഒരു ഏകോപനം നടത്തി ഈ തെരച്ചിൽ ഉൾപ്പെടെയുള്ള ദൗത്യങ്ങളിൽ അത് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചില MPമാരുമായും ബന്ധപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമ്മുടെ വാർത്തയിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കുൾപ്പെടെ കത്തയച്ചതായുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകുന്നതും അതിലൊരു കാര്യമായ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിലുമാണ് ഇപ്പോൾ MPമാരുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിലൂടെ സുരേഷ് MP വിളിച്ചെന്നല്ലേ പറഞ്ഞത്? അദ്ദേഹത്തിനോട് എന്തെങ്കിലും റിപ്ലൈ പറഞ്ഞതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ? ആഭ്യന്തരമന്ത്രി അങ്ങനെ ആരെങ്കിലും? ഇതുവരെയും അത്തരത്തിലൊരു മറുപടി കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് ലഭിച്ചതായുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എന്തായാലും നിലവിലിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്കുമാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഈ തെരച്ചിൽ ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കി ഈ ആകാശിനെ കണ്ടെത്താനുള്ള ഈ പ്രവർത്തനങ്ങൾ അത് എത്രയും വേഗം ത്വരിതപ്പെടുത്തുക എന്നൊരാവശ്യമാണ് കത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കത്തിന്മേലുള്ള ഒരു മറുപടി ഉറപ്പായും MPക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റ് MPമാരെ, അതായത് V ശിവദാസൻ അതുപോലെ തന്നെ A റഹീം ഉൾപ്പെടെയുള്ള MPമാരെയും ഈ വിഷയം അറിയിച്ചതായി ഈ ഡൽഹിയിലെ സാംസ്കാരിക സംഘടനകളും വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇതിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഇഴഞ്ഞുപോക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. മാത്രമല്ല ഇന്ന് വൈകിട്ടോടുകൂടി തെരച്ചിൽ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ അത് നല്ലതല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഉടനടി തന്നെ ഇതിലൊരു പരിഹാരം കാണാൻ കഴിയും എന്ന പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് SKN. ഓക്കെ, താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഫെവിൻ ഫറൂഖ് ചോദിക്കുന്നു, SKN എനിക്കൊരാഗ്രഹം, SKN ഓണെയറിൽ കയറുമ്പം ക്യാമറയും കൂടെ കയറണം. അതെന്തിനപ്പം അങ്ങനെ? അപ്പോൾ എന്താ ഇങ്ങനൊരു ആഗ്രഹം തോന്നാൻ കാര്യം? ക്യാമറയുടെ കൂടെ കയറിയിട്ടല്ലേ നമ്മളെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്താണ് ഫെവിൻ ഫറൂഖ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല.